ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്യുന്നു. നിനക്കൊരു തുല്യനില്ല, നിനക്കൊരു പങ്കുകാരനില്ല. ഉണ്ടോ? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. സ്തുതിയും അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ്, നിനക്കാണ് ആധിപത്യവും. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്, നിനക്ക് ശരീക്കില്ല, നിനക്ക് പങ്കുകാരനില്ല. ഒരുപാട് പുണ്യങ്ങളും പോരുഷയുമുള്ള സ്ഥലമാ വഹാദൽ ബലദിൽ അമീൻ. നിർഭയമായ ഈ മക്ക രാജ്യത്തെ തന്നെയാണ് സത്യം. സുഹൃത്തുക്കളെ, ഹജ്ജ് ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ഹജ്ജുണ്ടായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖായിമുത്ത് തൗഹീദ്, മുഖീമുത്ത് തൗഹീദ്, തൗഹീദിൻ്റെ സ്ഥാപകനായ, അദുവു ഷിർക്കായ, ഷിർക്കിൻ്റെ ശത്രുവായ, മുഹത്തിമുൽ ഔസാനായ, വിഗ്രഹങ്ങളെ തച്ചുടച്ച പഞ്ചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന ഹജ്ജിൽ കുറേ പൊടിപ്പും തൊങ്ങലും അവർ പിടിപ്പിച്ച് ഹജ്ജിൻ്റെ അമലുകൾ വികൃതമാക്കിയിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷിർക്കും ആ പൊടിപ്പും തൊങ്ങലുമൊക്കെ മാറ്റിവെച്ചു. എത്രത്തോളം ജാഹിലിയ യുഗത്തിൽ മുശ്രിക്കീങ്ങൾ തവാഫ് ചെയ്തിരുന്നത് നൂൽ ബന്ധമില്ലാതെയാണ്, പൂർണ്ണ നഗ്നരായിട്ടാണ് പരിശുദ്ധമായ കാബയ്ക്ക് ചുറ്റിലും തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജ്, അതിൻ്റെ അമലുകൾ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഈ 3 മഹാപ്രതിഭാശാലികളെ ചുറ്റിപ്പറ്റിയാണ് ഇബ്രാഹിം നബിയും പുത്രൻ ഇസ്മായിൽ നബിയും അവരുടെ മാതാവ് ബഹുമാനപ്പെട്ട ഹാജറും റളിയല്ലാഹു അൻഹ. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായിരുന്നു വെളുത്ത സുന്ദരിയായ സാറ റളിയല്ലാഹു അൻഹ അവറുകൾ. സാറയിൽ സന്താനങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ സാറ എന്ത് ചെയ്തു? അവരുടെ അടിമ സ്ത്രീയായ ഹാജർ എന്ന കറുത്ത മുത്തിനെ, കറുത്ത സുന്ദരിയെ ഇബ്രാഹിം നബിക്ക് ദാനമായി നൽകി. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെ 99-ാമത്തെ വയസ്സിൽ തഫ്സീർ ജലാലൈനി, ജമൽ പോലുള്ള തഫ്സീറുകൾ നോക്കിയാൽ 99-ാമത്തെ വയസ്സിൽ സാറ ദാനമായി നൽകിയ ഹാജറ ബീവി ഗർഭിണിയാകുന്നു. അതിൽ നിന്ന് അല്ലാഹു തആല ഒരു സന്താനത്തെ നൽകുന്നു. ഇബ്രാഹിം നബിയുടെ നീണ്ട പ്രാർത്ഥനകൾക്ക് ശേഷം സൂറത്തു സാഫാത്തിൽ പറയുന്നുണ്ട് ആ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആയാണ്, സച്ചരിതരിൽപ്പെട്ട ഒരു സാലിഹായ കുഞ്ഞിനെ നീ എനിക്ക് തരണമേ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ആ കുഞ്ഞാണ് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ ഒരു കുഞ്ഞിനെ കൊണ്ട് നാം ഇബ്രാഹിമിന് സന്തോഷ വാർത്ത നൽകി. ആ കുഞ്ഞാണ് ഇസ്മായിൽ. എന്താണ് ഇസ്മായിലിൻ്റെ അർത്ഥം? യാ ഈൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിബ്രു ഭാഷയാണ്. നീ കേൾക്ക്, യാ ഈൽ. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്. അള്ളാഹുവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്ക്. യാ ഈൽ, ഇസ്മായിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മായിൽ നബി ജനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾക്ക് ഇത്തിരി കുശുമ്പുള്ളവരാ. ഇവിടെ പെണ്ണുങ്ങളില്ലല്ലോ അല്ലേ? പെണ്ണുങ്ങളില്ലാത്തതിൻ്റെ ഭാഗ്യം. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കുശുമ്പില്ല എന്നർത്ഥം. സ്വാഭാവികമായിട്ടും സാറ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സഹധർമ്മിണിക്ക് ഒരു ചെറിയൊരു കുശുമ്പ്, ഒരു ചെറിയൊരു ഇയറത്ത് ആരോടുണ്ടായി? ഹാജറിനോടുണ്ടായി. ഞാനാണല്ലോ
ഇബ്രാഹീമിൻ്റെ പത്നി, എനിക്കിതുവരെ കുഞ്ഞുണ്ടായില്ലല്ലോ. സാറ തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ഈ ഹാജറിനെയും ഈ കുഞ്ഞിനെയും ഇവിടെ നിന്ന് മാറ്റുക തന്നെ. തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് പറഞ്ഞു, എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. പെണ്ണുങ്ങൾക്ക് വിഷമമുണ്ടാവും ഇത് കേൾക്കുമ്പോൾ, അല്ലേ? സുഹൃത്തുക്കളെ, ഒരു ചരിത്രം, ഒരു സംസ്കാരം, ഒരു നാഗരികത പൊട്ടിമുളയ്ക്കുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിൽ തോന്നിയ ചെറിയൊരു കുറുമ്പാണ്. യൂസുമാഷല്ലേ? യൂസുമാഷ് ചിന്തിക്കുന്നുണ്ടാവും പെണ്ണുങ്ങൾക്ക് കുറുമ്പുണ്ടോന്നല്ലേ? ആരുടെ ഭാര്യമാർക്കാണ് കുറുമ്പില്ലാത്തത്? ഇല്ലേ? സുഹൃത്തുക്കളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനത്തിൽ ഹാജറിനെയും ഇസ്മായിലിനെയും പുറകിൽ ഹാജറിനെ ഇരുത്തിക്കൊണ്ട് നേരെ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചരിത്രമാണ് ചരിത്രം. നോക്കൂ, 112 വയസ്സിൽ അള്ളാഹു മറ്റൊരു കുഞ്ഞിനെ കൊടുക്കുന്നു. ആർക്ക്? സാറയ്ക്ക്. സാക്ഷാൽ ഇബ്രാഹിം നബിയുടെ സഹധർമ്മിണി സാറ പ്രസവിക്കുന്നു. ആ കുഞ്ഞാണ് ഇസ്ഹാക്ക്. ഹിബ്രു ഭാഷയിൽ ലഹാക്ക്, പുഞ്ചിരി തൂകുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു കുഞ്ഞും ഉണ്ടായി.